ഞാൻ പായസം എടുക്കാൻ മറന്നു. അത് തന്റെ സ്പെഷ്യൽ പായസമല്ലേ? രാധിക സ്പെഷ്യൽ. തിടുക്കത്തിലുണ്ടാക്കിയതാ. ഒരു കാര്യം ചെയ്യാം, നമുക്കേ നമ്മുടെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും കൂടെ കൊടുത്തേക്കാം. അയ്യോ, അതിനൊന്നും ഇല്ല, അത് കുറച്ചേ ഉള്ളൂ. അത് മതി കേട്ടോ. വേണ്ട വേണ്ട, അവർക്കൊരു ദിവസം പിന്നീട് നമുക്ക് കൊടുക്കാം. ഇതിപ്പോഴേ ഞാൻ തിരക്ക് പിടിച്ചുണ്ടാക്കിയതാ. അതൊന്നും സാരമില്ലെന്നേ, അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. ഓക്കെ. ഇല്ല, ഞാൻ തനിച്ച. എങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. യാതൊരു വിധത്തിലുള്ള ബഹളവും ഉണ്ടാക്കരുത്. മുത്തശ്ശി പറഞ്ഞത് സത്യമാണ്. പ്രിയങ്ക ജീവനോടെ ഉണ്ട്. എന്നിട്ട് നീ അവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? കണ്ടു. പ്രിയങ്ക ഇപ്പോ ഞങ്ങളോടൊപ്പം ഉണ്ട്. എന്റെ ഈശ്വര, എന്താ ഞാൻ കേൾക്കുന്നത്? എന്നിട്ട് അവൾ എവിടെ മോനെ? അവളുടെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കോ, ഞാനൊന്ന് വിശ്വസിച്ചോട്ടെ. വലിയൊരു ബഹളത്തിന് ശേഷമാണ് പ്രിയങ്കയെ കൂടെ കൂട്ടാൻ പറ്റിയത്. പ്രിയങ്ക ഇപ്പോ ഹോസ്പിറ്റലിലാണ്, അബോധാവസ്ഥയിലാണ്. എന്താ അവക്ക് പറ്റിയേ? എന്റെ മോക്ക് എന്താ പറ്റിയത്? ഇതാ ഞാൻ പറഞ്ഞത്, അവിടെ ആരെയും അറിയിക്കരുതെന്ന്, ബഹളം ഉണ്ടാക്കരുതെന്ന്. മുത്തശ്ശി രഹസ്യമായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ പ്രിയങ്കയെ മുത്തശ്ശിക്ക് കാണാം. പ്രിയങ്കയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആള് കൂടെ ഉണ്ടാവുന്നത് നല്ലതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഏത് ആശുപത്രിയിലാ നിങ്ങൾ ഇപ്പോ ഉള്ളത്? മോനെ, ഇവിടെ ആരും അറിയാതെ ഞാൻ അങ്ങോട്ട് വന്നോളാം. എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടാ മതി. സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടില്ല. പേടിച്ചതുപോലെ ബ്രെയിനിനും പരിക്കുകളൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാം. സാറിന്റെ കഴിവിൽ സംശയം ഉണ്ടായിട്ടല്ല ചോദിക്കുന്നത്. കുറെ കൂടി ബെറ്ററായ സ്ഥലത്തേക്ക് ഈ പ്രിയങ്കയെ കൊണ്ടുപോവുകയാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. അതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ തുടരാം. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഡോക്ടർ. എന്തായാലും 24 മണിക്കൂർ കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓ,
മറ്റെന്തെങ്കിലും വേണമെന്ന് നമുക്കത് കഴിഞ്ഞ് തീരുമാനിക്കാം. ഓ മോനെ